പുനലൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനുസ് മത്സരിക്കും. ലീഗ് ജില്ലാ പ്രസിഡന്റായ ഇദ്ദേഹം ആദ്യമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പുനലൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനുസ് മത്സരിക്കും. ലീഗ് ജില്ലാ പ്രസിഡന്റായ ഇദ്ദേഹത്തിന്റെ കന്നി അംഗമാണിത്. രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകനും മുൻ എം.എൽ.എയുമായ എ യൂനുസ് കുഞ്ഞിന്റെയും ദരീഫ ബിബിയുടെയും മകനാണ്. MSF-ലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. MSF ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പാണക്കാട് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പായിരുന്നു, പുനലൂർ മത്സരിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ജില്ലാ കമ്മിറ്റി വിവരം അറിയിച്ചു. ഇനി തുടർ നടപടികൾ എങ്ങനെയാണെന്നുള്ളത് രാവിലെ ആലോചിച്ച് തീരുമാനിക്കും. പക്ഷെ വളരെ പെട്ടെന്നുള്ള ഒരു അറിയിപ്പാണ് ഉണ്ടാകുന്നത്. പുനലൂർ ആണോ ചടയമംഗലമാണോ എന്നൊക്കെ ഉള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. ഒടുവിലത് പുനലൂരിൽ വീണ്ടും ഞങ്ങൾ മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. തങ്ങളത് തീരുമാനിച്ചു, അറിയിച്ചു, അതിലേക്ക് പുറപ്പെടുകയാണ്. ഈ കഴിഞ്ഞ തവണ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു. ശുഭപ്രതീക്ഷയാണ്. പുനലൂരിൽ UDF ജയിക്കും എന്നുള്ള 100% പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പരാജയം അത് പുറത്തുനിന്ന് വന്നത് കൊണ്ടല്ല, അതിന് ആ സമയത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം 100% UDF പുനലൂരിൽ വിജയിക്കും. അതിനുള്ള ഒരു കെട്ടുറപ്പ് ഇന്ന് അവിടെ ഉണ്ട്. ഫാത്തിമ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ചെയർമാനും വേൾഡ് മലയാളി കൗൺസിലിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ്. കൊല്ലം വടക്കേവിള മണക്കാട് കോളേജ് നഗർ അൽനൂറിലാണ് താമസം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.